what do you mean by series and its convergence. So the next topic is geometric series. So I think we have, you have already studied geometric series in school. Ormayundo? That is a series of the form n is equal to 1 to infinity a r raised to n minus 1. That is, first term will be a, second term is ar, third term is ar square plus etc. ar raised to n minus 1 plus etc. where your a is not equal to 0. അതായത് ഒരു കോമൺ റേഷ്യോ വെച്ചിട്ട് നമ്മളിങ്ങനെ മൾട്ടിപ്ലൈ അല്ലെ ഓരോ ടേംസിനെ. അതിനെയാണ് നമ്മൾ ജിയോമെട്രിക് സീരീസ് എന്ന് പറയുന്നത് വിത്ത് കോമൺ റേഷ്യോ ആർ. അപ്പോൾ വി ഹാവ് എ തിയറം റിലേറ്റഡ് ടു ദിസ് ജിയോമെട്രിക് സീരീസ്. ദ തിയറം സേസ് ഇഫ് യുവർ മോഡുലസ് ഓഫ് കോമൺ റേഷ്യോ ആർ ഇസ് ലെസ് ദാൻ 1, അതായത് മോഡ് ആർ എന്ന് പറയുന്നത് 1-നെക്കാട്ടിലും ചെറിയൊരു വാല്യൂ ആണെങ്കിൽ the series n is equal to 1 to infinity a r raised to n minus 1 കൺവേർജും ചെയ്യും എന്ന് മാത്രമല്ല അതിൻ്റെ സം എന്ന് പറയുന്നത് സിഗ്മ n is equal to 1 to infinity a r raised to n minus 1, ആ സം എന്ന് പറയുന്നത് a by 1 minus r ആയിരിക്കും. ആൻഡ് the same series diverges if mod r is greater than or equal to 1. അതായത് ആറിൻ്റെ വാല്യൂ, എയുടെ വാല്യൂ എന്തായാലും കുഴപ്പമില്ല കേട്ടോ, നമ്മൾ ആറിന് മാത്രമേ കണ്ടീഷൻ കൊടുക്കുന്നുള്ളൂ. എയുടെ വാല്യൂ എന്ത് ഫൈനൈറ്റ് നമ്പർ ആണെങ്കിലും പ്രശ്നമില്ല. ജിയോമെട്രിക് സീരീസിൻ്റെ ആ ഒരു കൺവേർജൻസ് എന്ന് പറയുന്നത് ഫുള്ളി ഡിപ്പെൻഡ്സ് ഓൺ ദ കോമൺ റേഷ്യോ. ഇഫ് യുവർ മോഡ് ആർ ഇസ് സ്ട്രിക്ട്ലി ലെസ് ദാൻ 1, ദ സീരീസ് കൺവേർജസ് ആൻഡ് ദ വാല്യൂ ഇസ് എ ബൈ 1 മൈനസ് ആർ, ആൻഡ് ദ സീരീസ് ഡൈവേർജസ് ഫോർ ദ അതർ വാല്യൂസ്. ദാറ്റ് ഈസ് മോഡ് ആർ ഇസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1-ന് ഈ ഒരു സീരീസ് ഡൈവേർജ് ചെയ്യും. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു പ്രൂഫ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു, പ്രീവിയസ് ക്ലാസ്സിൽ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഞാൻ ആ ക്ലാസ് എടുക്കുന്നതിൻ്റെ അന്ന് രാത്രിയാണ്, മീൻസ് റെക്കോർഡ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇന്നെന്ന് പറഞ്ഞത്. സോ ഇൻ ദ പ്രീവിയസ് ക്ലാസ് വി ഹാവ് ഡിസ്കസ്ഡ് ഹൗ ടു സേ ദ കൺവേർജൻസ് ഓഫ് എ സീരീസ്. സോ ഫോർ ദാറ്റ് വി ഹാവ് ടു കൺസിഡർ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ്, സേ എസ് എൻ, ദാറ്റ് ഈസ് എ പ്ലസ് എ ആർ പ്ലസ് എ ആർ സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് എ ആർ റേസ് ടു എൻ മൈനസ് 1. അതേപോലെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു ഇക്വേഷനില്ലേ അതിൻ്റെ രണ്ട് സൈഡിലും 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ ഒരു ഹോൾ ഇക്വേഷൻ നമ്മൾ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആർ എസ് എൻ ഇസ് ഈക്വൽ ടു, ഓരോ ടൈമിനെ 6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, എ ആർ പ്ലസ് എ ആർ സ്ക്വയർ പ്ലസ് എ ആർ ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് എ ആർ റേസ് ടു എൻ എന്ന് കിട്ടും അല്ലേ. ജസ്റ്റ് ഈ ഒരു ഇക്വേഷൻ നമ്മൾ രണ്ട് സൈഡിലും 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, സോ വി ഗോട്ട് 2 ഇക്വേഷൻസ്, ഇക്വേഷൻ 1 ആൻഡ് ഇക്വേഷൻ 2. ഇനി ഇക്വേഷൻ 1 മൈനസ് 2, ഇക്വേഷൻ 1 മൈനസ് 2 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എസ് എൻ മൈനസ് ആർ എസ് എൻ ഇസ് ഈക്വൽ ടു a plus ar plus ar square plus etc plus ar raised to n minus 1 minus ar plus ar square plus etc plus ar raised to n minus 1 plus ar raised to n എന്ന് കിട്ടും. That is, sn കോമൺ എടുത്താൽ you will get 1 minus r into sn is equal to, ഇതിൽ but ar will get cancel with this അല്ലേ, കാരണം ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുന്ന സമയത്ത് എന്ത് കിട്ടും? ദിസ് എവറിത്തിങ് ഇസ് മൈനസ് അല്ലേ. ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുന്ന സമയത്ത് യു വിൽ ഗെറ്റ് മൈനസ് എ ആർ സ്ക്വയർ എക്സെട്ര മൈനസ് എവറിത്തിങ് ഇസ് മൈനസ്. അപ്പോൾ ക്യാൻസൽ ചെയ്ത് പോകും, എ ആർ സ്ക്വയർ ക്യാൻസൽ ചെയ്ത് പോകും, എ ആർ റേസ് ടു എൻ മൈനസ് 1 ക്യാൻസൽ ചെയ്ത് പോകും. സോ എ ഉണ്ടാവും, പിന്നെ മൈനസ് എ ആർ റേസ് ടു എൻ ഉണ്ടാകും. അതായത് എ ഇൻറ്റു 1 മൈനസ് ആർ റേസ് ടു എൻ. സോ ഐ ഗോട്ട് 1 മൈനസ് ആർ ഇൻറ്റു Sn is equal to a into 1 minus r raised to n എന്ന് കിട്ടും. From there you will get Sn is equal to a into 1 minus r raised to n divided by 1 minus r. ഇനി we have assumed that mod r is less than 1. mod r less than 1 ആണെങ്കിൽ നമുക്കറിയാം ലിമിറ്റ് n tends to infinity, r raised to n എന്ന് പറയുന്നത് 0 ആണ്. കാരണം r എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു 1/2 ആണെന്ന് വിചാരിച്ചോ. അപ്പം ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരുവാണ്. r is equal to 1/2 എന്ന് പറഞ്ഞാൽ all raised to n എടുക്കുമ്പോൾ 1/2 raised to n where limit n tends to infinity. So as n goes to infinity, denominator goes to infinity. So the whole thing goes to
0. So in general, if your mod r is less than 1, limit r raised to n is equal to 0. So from that result, you can easily say limit n tends to infinity, Sn is equal to എന്ത് കിട്ടും? ലിമിറ്റ് n tends to infinity. അപ്പോൾ അവിടെ a by 1 minus rന് ലിമിറ്റിൻ്റെ ആവശ്യമില്ല. 1 minus r raised to n, but r raised to n goes to 0. So the limit is a by 1 minus r. കാരണം ഇത് 0ലോട്ട് പോകും. സോ ബാക്കിയുള്ളത് a by 1 minus r. അപ്പോൾ സീക്വൻസ് ഓഫ് പാർഷ്യൽ സമ്മിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് a by 1 minus r ആണ്. Therefore sigma a r raised to n minus 1 where n is equal to 1 to infinity. ഇതിൻ്റെ സം എന്ന് പറയുന്നതും a by 1 minus r ആണ്. ഇനി നമുക്ക് ഒരു കാര്യം കൂടി പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. ദാറ്റ് ഈസ് മോഡ് r ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ എന്ത് പറ്റും? r raised to n എന്ന് പറയുന്നത് ലിമിറ്റ് n tends to infinity. അതായത് 1നെക്കാട്ടിലും വലുതാണെങ്കിൽ r raised to n എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയിലോട്ട് പോകും. സോ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം എടുക്കുന്ന സമയത്ത് ലിമിറ്റ് n tends to infinity, Sn എന്ന് പറയുന്നത് എന്ത് കിട്ടും? ലിമിറ്റ് n tends to infinity a by 1 minus r into 1 minus r raised to n. പക്ഷേ ഇത് goes to infinity ആയതുകൊണ്ട് ഈ ലിമിറ്റ് does not exist എന്ന് പറയാം. Therefore the series is not convergent. ഇനി mod r is equal to 1. mod r is equal to 1 എന്ന് പറഞ്ഞാൽ r is equal to plus or minus 1. അപ്പോൾ സീക്വൻസ് എന്ത് കിട്ടും? സിഗ്മ n is equal to 1 to infinity a into മൈനസ് പ്ലസ് ഓർ മൈനസ് 1 raised to n. ദാറ്റ് ഈസ് എനെ പുറത്തെടുത്താൽ സിഗ്മ n is equal to 1 to infinity, അല്ലെങ്കിൽ ഓക്കെ ഇങ്ങനെ എടുക്കാം, a ഇൻറ്റു എന്ത് കിട്ടും? 1 പ്ലസ് അല്ലേ, ഓരോ പ്രാവശ്യം 1 ആഡ് ചെയ്ത് പോകാമെന്നുള്ളതാണ്. അല്ലെങ്കിൽ യു ക്യാൻ സേ a പ്ലസ് എക്സെട്ര. സോ അതും എന്തായിരിക്കും? ഡൈവേർജൻ്റ് ആയിരിക്കും. അല്ലെങ്കിൽ 1 പ്ലസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇൻഫൈനൈറ്റ്ലി മെനി ടൈംസ് നമ്മൾ 1ന് ആഡ് ചെയ്താൽ ഇൻഫിനിറ്റി ആയിരിക്കും. അല്ലെങ്കിൽ a ഇൻറ്റു -1 പ്ലസ് അങ്ങനെ പോയാൽ ദാറ്റ് ഈസ് ഓൾസോ ഗോയിങ് ടു മൈനസ് ഇൻഫിനിറ്റി. സോ ബോത്ത് ദ കേസസ് ദ സീരീസ് ഡസ് നോട്ട് കൺവേർജസ്. സോ ദ സീരീസ് ഓൺലി കൺവേർജസ് ഇഫ് മോഡ് r is less than 1. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. അപ്പോൾ നിങ്ങൾക്കൊരു ജോമെട്രിക് സീരീസ് ആണ് തന്നിരിക്കുന്നത് ആൻഡ് യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ദി ഡിറ്റർമൈൻ ദി കൺവേർജൻസ്. ദെൻ യു ഓൺലി നീഡ് ടു ചെക്ക് ദി വെദർ ദ കോമൺ റേഷ്യോ ഇസ് absolute value of the common ratio is strictly less than 1. അപ്പോൾ നമുക്കൊരു ജോമെട്രിക് സീരീസ് എന്നിട്ട് കൺവേർജൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ കോമൺ റേഷ്യോ എടുത്തിട്ട് എന്ത് ചെയ്താൽ മതി? മോഡ് ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് ദ കോമൺ റേഷ്യോ സ്ട്രിക്ട്ലി ലെസ് ദാൻ 1 ആണോ ചെക്ക് ചെയ്താൽ മതി. സ്ട്രിക്ട്ലി ലെസ് ദാൻ 1 ആണെങ്കിൽ ആ സീരീസ് കൺവേർജ് ചെയ്യും ആൻഡ് ദ വാല്യൂ ഈസ് a by 1 minus r. സോ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് സിഗ്മ n is equal to 1 to infinity 3 into -1/2 raised to n minus 1. അപ്പോൾ ഈ ഒരു സീരീസ് കൺവേർജ് ചെയ്യുന്നുണ്ടോ ഡൈവേർജ് ചെയ്യുന്നുണ്ടോ അഥവാ കൺവേർജ് ചെയ്യുകയാണെങ്കിൽ എന്താണ് അതിൻ്റെ സം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ഇതാണ് a. സോ a is equal to 3, r is equal to -1/2 അല്ലേ? ക്ലിയർ ആണ്. a r raised to n minus 1 ഫോമിലുള്ളതിൽ കമ്പയർ ചെയ്തു. സോ മോഡ് r എന്ന് പറയുന്നത് 1/2 ആണ്, വിച്ച് ഇസ് ലെസ് ദാൻ 1. സോ ദ സീരീസ് കൺവേർജസ് ആൻഡ് ദ വാല്യൂ എന്തായിരിക്കും? a by 1 minus r, ഓർ a എന്ന് പറയുന്നത് 3 by 1 minus r എന്ന് പറയുന്നത് -1/2. സോ 3 by 1 plus 1/2, 3 by 3/2, which is 3 cancel ആയി 2 മുകളിലോട്ട് പോയി. സോ ദ ആൻസർ ഇസ് 2. ഓക്കെ, ഇത്രയും സിമ്പിളാണ് പരിപാടി. ബി പാർട്ട് നിങ്ങൾ തന്നെ ചെയ്യണം. n is equal to 1 to infinity 5 4/3 raised to n minus 1. അത് ചെയ്യാനൊന്നുമില്ല. എന്ത് കിട്ടും? 4/3 ആണ് കോമൺ റേഷ്യോ അല്ലേ? a is equal to 5 ആൻഡ് r is equal to 4/3. അപ്പോൾ രണ്ടും ജോമെട്രിക് സീരീസ് ആണ്. ബട്ട് വാട്ട് ഈസ് മോഡ് r? ഇറ്റ് ഈസ് 4/3 വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 1. സോ ദ സീരീസ് ഡൈവേർജസ്. ഇത്ര സിമ്പിളാണ് നമുക്ക് ജോമെട്രിക് സീരീസിൻ്റെ കാൽക്കുലേഷൻസ്. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്രസ് ദ നമ്പർ 3.214 bar is equal to 3.2141414 ആസ് എ റാഷണൽ നമ്പർ. ഇതിൽ സീരീസ് ആണെന്നോ ഇതാണ് യൂസ് ചെയ്യേണ്ടതെന്നോ ഒരു ഹിൻറ്റും ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണിത്. എക്സ്പ്രസ് ദ നമ്പർ 3.214 is equal to this ആസ് എ റാഷണൽ നമ്പർ. ഇത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായി ഇറ്റ്സ് എൻ ഇറാഷണൽ നമ്പർ. അപ്പോൾ വി ഹാവ് ടു എക്സ്പ്രസ് ഇറ്റ് ആസ് ഇറ്റ്സ് നോട്ട് എൻ ഇറാഷണൽ നമ്പർ. നമുക്കൊരു ഡെസിമൽ ഫോമിലാണുള്ളത്. ഇതിന് നമുക്കൊരു p/q ഫോമിലോട്ട് എക്സ്പ്രസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? അതിനൊരു റാഷണൽ നമ്പർ എന്ന് പറഞ്ഞൊരു p/q ഫോമിലോട്ട്. അപ്പോൾ ഇവിടെ സീരീസ് ഒന്നും പറഞ്ഞിട്ടില്ല.
എങ്ങനെയാണ് നമ്മളിത് സീരീസുമായിട്ട് കണക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. സോ സ്റ്റാർട്ട് വിത്ത് 3.214141 എക്സെട്ര ഉണ്ട്, ബാക്കിയുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 3/3.2 ഇതിന് നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലേ, 3.2 പ്ലസ് 0.014 അല്ലേ, പ്ലസ് 0. അപ്പോൾ ഇതിനി ഇതുവരെ ഞാൻ എഴുതി 0. ഇതുവരെ എഴുതി, അതിന് 0.00014 പ്ലസ് എക്സെട്ര എന്ന് എഴുതാം. ശരിയാണല്ലോ, ആഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് തന്നെ കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 3.2 പ്ലസ് ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം, 14/1000 എന്ന് എഴുതാം അല്ലേ, 14/1000 അല്ലെങ്കിൽ 14/10^3. അടുത്തതിനെയോ 14 എത്ര ഡിജിറ്റ് ഉണ്ട്, 1 2 3 4 5 അല്ലേ. സോ 10^5 പ്ലസ് അടുത്തത് അപ്പം എന്തായിരിക്കും, ഒരു ഇതേ സെയിം ഒരു മെത്തേഡ് വെച്ചിട്ട് 10 അടുത്ത ഓർഡർ നമ്പർ അല്ലേ, ഇവിടെ 3 ഇവിടെ 5, അപ്പോൾ അടുത്ത 7 ആയിരിക്കും, പ്ലസ് എക്സെട്ര എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 3.2ന് എനിക്ക് 32/10 എന്ന് എഴുതുന്നു, പ്ലസ് ഇനി ഇതിലെല്ലാം 14/10³ കോമൺ ആണ്, അതിനെ പുറത്തെടുത്താൽ അതായത് ഈ ടേംസ് ഓൺവേർഡ്സ് ഞാൻ 14/10³ പുറത്തെടുക്കുന്നു. സോ ഐ വിൽ ഗെറ്റ് 1 പ്ലസ് 1/10² പ്ലസ് 1/10⁴ പ്ലസ് എക്സെട്ര. ഇപ്പം ദിസ് വൺ ഇസ് എ ജോമെട്രിക് സീരീസ് അല്ലേ. അപ്പോൾ ഇതാണ് എ, 1/10² ആണ് നമ്മുടെ ആർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആർ എന്ന് പറയുന്നത് ആൻഡ് മോഡ് ആർ ഇസ് ക്ലിയർലി സ്ട്രിക്ട്ലി ലെസ് ദാൻ 1. സോ ഹിയർ എ ഇസ് ഈക്വൽ ടു ഈ ഒരൊറ്റ സാധനമാണ്. ഇതിൽ എ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 1 ആണ്, ആർ ഇസ് ഈക്വൽ ടു 1/10², കാരണം അതാണ് മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നത്. ദാറ്റ് ഈസ് 1/100 ഇസ് ആർ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 32 + 10നെ അതുപോലെ എഴുതണം, 14/10³ അതുപോലെ എഴുതണം. ബട്ട് ഉള്ളിലുള്ളതിന് നമുക്ക് a/1 - r എന്ന് പറഞ്ഞ് സമ്മേഷൻ എഴുതാം ജിയോമെട്രിക് സീരീസിന്. അപ്പോൾ എ എന്ന് പറയുന്നത് ഇവിടെ ഇറ്റ് ഈസ് 1, എ ഈസ് 1 ആൻഡ് 1 - 1/100 എന്ന് എഴുതാം ആർ എന്ന് പറയുന്നത്. Now that is equal to 32/10 plus 14/10³ into ഇതൊന്ന് ചെയ്താൽ 1/99/100 എന്ന് കിട്ടും അല്ലേ, 99/100, or it can be written as 32/10 plus 14/this into 100/99. That is equal to 32/10 plus this is 10² അല്ലേ, 100 എന്ന് പറഞ്ഞാൽ 10², അപ്പോൾ ക്യാൻസൽ ചെയ്ത് പോകുമ്പം 14/990, ഓർ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അല്ലെങ്കിൽ ഇതിനെന്ത് ചെയ്താൽ മതി, 99 കൊണ്ട് രണ്ട് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 3182 ഡിവൈഡഡ് ബൈ 909. ഇതാണ് ആ ഒരു നമ്പറിൻ്റെ റാഷണൽ ഫോം. സോ ഇങ്ങനെയാണ് നമ്മൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അഡ്രസ്സ് ചെയ്യുക. പിന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി പറഞ്ഞിട്ടുണ്ട്, അതായത് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞൊരു ബോൾ ഇങ്ങനെ ഇടുന്നു എന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഫസ്റ്റ് ടൈമിൽ അതൊരു വൺ എന്താണ് ദർ ഇസ് എ ക്വസ്റ്റ്യൻ ലൈക്ക് ദാറ്റ്. അതായത് ഞാൻ ആ ക്വസ്റ്റ്യൻ കൂടെ വായിച്ചു തരാം. ദാറ്റ് ഈസ് ഒരു ബോൾ നമ്മൾ ബൗൺസ് ചെയ്യാണ്. അപ്പോൾ വി ഫൗണ്ട് ദാറ്റ് അതിൻ്റെ ഒരു ഡിസ്റ്റൻസ് എന്ന്, അതായത് ഫസ്റ്റ് അത് ബൗൺസ് ചെയ്തപ്പം ഇപ്പോൾ സപ്പോസ് 1 മീറ്റർ ഹൈറ്റ്, ഇനിഷ്യൽ ഹൈറ്റ് എന്ന് പറയുന്നത് 1 മീറ്റർ എന്ന് വിചാരിച്ചോ, രണ്ടാമത് 2/3, മൂന്നാമത് 2/3², അങ്ങനെയാണ് അതിൻ്റെ ഒരു. സോ ദ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ബോൾ എന്ന് പറഞ്ഞാൽ ആക്ച്വലി 1 + 2/3 പ്ലസ് ദ ഹോൾ ഡിസ്റ്റൻസ്, അത് ട്രാവൽ ചെയ്ത എല്ലാ ഡിസ്റ്റൻസും. സോ ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഈസ് ഓൾസോ ജിയോമെട്രിക് സീരീസ് അല്ലേ. ഇതിൽ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എ ആണ്, എ ഇസ് 1, ആർ ഇസ് 2/3 ആണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കോമൺ റേഷ്യോ ആയിട്ട് പോകുന്നത്, ആൻഡ് ക്ലിയർലി മോഡ് ആർ ഇസ് ലെസ് ദാൻ 1. സോ ദിസ് സീരീസ് കൺവേർജസ് ആൻഡ് കൺവേർജസ് ടു a/1 - r, which is 1/1 - 2/3, which is 1/, എന്ത് കിട്ടും, 1/3, that is equal to 3 അല്ലേ, that is equal to 3. ഓക്കെ സോറി, ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് ക്വസ്റ്റ്യനിൽ, ചെറിയൊരു തെറ്റുണ്ട്, സോറി. അതായത് ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു ബോൾ നമ്മളിങ്ങനെ ബൗൺസ് ചെയ്യാണ്. ബൗൺസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് അതൊരു 1 മീറ്റർ ഹൈറ്റിലാണത്, എന്താണ്, ഐ വിൽ റീഡ് ഔട്ട് ദാറ്റ് ക്വസ്റ്റ്യൻ ഫസ്റ്റ്. ബൗൺസ് ചെയ്യുന്ന സമയത്ത്
ഇനിഷ്യൽ ഹൈറ്റ് 1 ആണ്. ഓക്കെ, അത് ഞാൻ പറഞ്ഞ കറക്റ്റാണ്. ഇനിഷ്യൽ ഹൈറ്റ് 1 ആണ്, രണ്ടാമത്തെ ഹൈറ്റ് 2/3 ആണ്, മൂന്നാമത്തെ ഹൈറ്റ് 2/3 സ്ക്വയർ. അതായത് ഫസ്റ്റ് ബോൾ ഇങ്ങനെ പോയി, രണ്ടാമത്തത് ഇങ്ങനെ. അപ്പോൾ വി ഹാവ് ടു ഫൈൻഡ് ദ ഡിസ്റ്റൻസ്. അപ്പോൾ ഡിസ്റ്റൻസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഫസ്റ്റത്തെ ഇപ്പോൾ ഇവിടെ നിന്നാണ് ഞാൻ ബോൾ താഴോട്ടിടുന്നത്. ബൗൺസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നാണല്ലോ. അപ്പം ഇവിടെ നിന്ന് ഹൈറ്റിൽ നിന്ന് ഞാൻ ബോൾ താഴോട്ടിട്ടു. അപ്പോൾ ഫസ്റ്റ് ഞാൻ ബോൾ താഴോട്ടിട്ടപ്പം ഒരു 1 മീറ്റർ ഹൈറ്റായി. പിന്നെ അത് ബൗൺസ് ചെയ്യുന്നു. അപ്പോൾ ബൗൺസ് ചെയ്യാന്ന് പറഞ്ഞാൽ തിരിച്ച് ഈ ഹൈറ്റിലെത്തി തിരിച്ച് പോകുമല്ലോ. അപ്പോൾ ആ ഹൈറ്റ് 2/3 ആണെങ്കിൽ ട്വൈസ് എടുക്കണം. 1 + ട്വൈസ് ഓഫ് 2/3, കാരണം ടോട്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ ഫസ്റ്റ് ബൗൺസ് ചെയ്തത് 1 ആണെങ്കിൽ രണ്ടാമത് ബൗൺസ് ചെയ്ത ഡിസ്റ്റൻസ്, ഈ ഒരു ഡിസ്റ്റൻസ് 2/3 ആയിരിക്കും. പക്ഷേ അത് മുകളിൽ പോയിട്ട് പിന്നെ താഴെ വരും. അപ്പോൾ 2 പ്രാവശ്യം അതേ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും. മൂന്നാമത്തെ പ്രാവശ്യത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2/3 ഹോൾ സ്ക്വയർ ആണ്. പക്ഷെ അതും 2 പ്രാവശ്യം എടുക്കണം, കാരണം അപ്പ് പോയിട്ട് പിന്നെ ഡൗൺ വരും. സോ ദാറ്റ് ഈസ് ട്വൈസ് ഇൻറ്റു 2/3 സ്ക്വയർ പ്ലസ് എക്സെട്ര. അങ്ങനെയാണ് ഈ ഒരു സീരീസ് വരുന്നത്. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ബോൾ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇതാണ് 1 + 2 × 2/3 + 2 × 2/3 സ്ക്വയർ പ്ലസ് എക്സെട്ര. ഇനി നോക്കാം, 1 + 2നെ കോമൺ എടുത്തു. സോ ഐ വിൽ ഗെറ്റ് 2/3 + 2/3 സ്ക്വയർ പ്ലസ് എക്സെട്ര. ഇതാണ് ഇപ്പോൾ കിട്ടിയത്. So that is equal to 1 + 2 into, but this is a geometric series with a is equal to 1 and r is equal to 2/3, where mod r is less than 1, so the series converges. അപ്പോൾ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ a/1 മൈനസ് r അല്ലേ. അപ്പോൾ ഇതാണ് a എന്ന് പറയുന്നത് 1 അല്ല, a എന്ന് പറയുന്നത് 2/3 ആണ് ഫസ്റ്റ് ടേം, 2/3. സോ ഇതിനി സോൾവ് ചെയ്താൽ ഐ വിൽ ഗെറ്റ് 1 + 2 into 2/3 into 3/1 അല്ലേ. തിരിച്ചു വരുമ്പം ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 1/3. റിവേഴ്സ് എടുക്കുമ്പം റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ഐ വിൽ ഗെറ്റ് ദാറ്റ്. നൗ ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ക്യാൻസൽ ആയിപ്പോൾ. സോ 2 ദാറ്റ് ഈസ് 1 + 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 5. അപ്പോൾ 5 ആണ് ആ ബോൾ കംപ്ലീറ്റ് ആയിട്ട് ട്രാവൽ ചെയ്തൊരു ഡിസ്റ്റൻസ്. അങ്ങനെയാണ് നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുക. ഓക്കെ, നൗ ദ നെക്സ്റ്റ് വൺ ഈസ് ദി ഹാർമോണിക് സീരീസ്. ഹാർമോണിക് സീരീസ് എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ സീരീസിൻ്റെ പേരാണ്. ദാറ്റ് ഈസ് സിഗ്മ n is equal to 1 to infinity 1/n, അതായത് 1 + 1/2 + 1/3 + എക്സെട്ര. ഇതിനെയാണ് നമ്മൾ ഹാർമോണിക് സീരീസ് എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ കൺവേർജൻസിനെയാണ് പറ്റിയിട്ടാണ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഹാർമോണിക് സീരീസ് കൺവേർജ് ചെയ്യാം. നമുക്കറിയാം സീക്വൻസ് 1/n കൺവേർജൻ്റ് ആണെന്ന് നമുക്കറിയാം. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് സീരീസ് 1/n. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്യുന്നത് വി ആർ കളക്റ്റിംഗ്. അപ്പം ദിസ് ഈസ് എന്താണ്, S1 ആണിത്. സോറി, ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് S2. ഇത് ഈ പ്രോബ്ലം നോട്ട് ചെയ്ത് പഠിച്ചോണം കേട്ടോ. ഹാർമോണിക് സീരീസിൻ്റെ കൺവെർജൻസ് ആണോ ഡൈവർജൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ളൊരു പ്രോബ്ലം മിക്ക സ്ഥലത്തും മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ നോട്ട് ചെയ്ത് പഠിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ S2 എടുക്കും. S2 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് 2 ടേംസിൻ്റെ സമ്മ് അല്ലേ. അപ്പോൾ 1 + 1/2. അടുത്ത് നമ്മൾ S4 എടുക്കും. ദാറ്റ് ഈസ് 1 + 1/2 + 1/3 + 1/4. ഇത് നമ്മൾ ചെറുതായിട്ടൊരു കൺസ്ട്രക്ഷൻ കൊടുക്കാൻ പോവാണ്. ഈ 1/3നെയും 1/2നെയും 1/4നെയും നമ്മളൊന്ന് പെയർ ചെയ്തിട്ട് വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ, കാരണം വി നോ ദാറ്റ് 1/3 ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1/4 അല്ലേ. 1/3 ആയിരിക്കും ബിഗ്ഗർ. സോ അത് വെച്ചിട്ട് നമ്മൾ ഈ 1/3നൊന്ന് ഈ 1/3നെ നമ്മളൊന്ന് അപ്രോക്സിമേറ്റ് ചെയ്യാണ്. ഇന്നിക്വാലിറ്റി കൊടുക്കുകയാണ്. സോ 1 + 1/2 അതിനൊന്നും മാറ്റില്ല. പക്ഷേ ഈ 1/3ക്ക് പകരം നമ്മൾ 1/4 ഒന്ന് മാറ്റും. അതുകൊണ്ട് ഇന്നിക്വാലിറ്റി സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ വന്നു. നൗ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 + 1/2 + 1/4 + 1/4 എന്ന് പറഞ്ഞാൽ 1/2 തന്നെയാണ്. സോ എന്ത് കിട്ടും, 1 + 2 × 1/2 എന്ന് കിട്ടും. അതാണ് S4. ഇനി S8 എടുത്തു കഴിഞ്ഞാൽ അതായത് നമ്മൾ ആക്ച്വലി എടുക്കുന്നത് S2n ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം 2(1) എടുത്തു, 2 സ്ക്വയർ എടുത്തു, ഇനി 2³ എടുക്കുകയാണ്, അതായത് S8. ദാറ്റ് ഈസ് 1 + 1/2 + 1/3 + 1/4 + ആദ്യത്തെ 8 ടേംസ് ആണല്ലോ, 1/5 + 1/6 + 1/7 + 1/8 ഇങ്ങനെ അതായത് ഇത് എടുത്തു. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഗ്രൂപ്പ് ചെയ്തു. എന്നിട്ട് വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 1 + നേരത്തെ ചെയ്ത അതേ പരിപാടി. 1/3നെക്കാട്ടിലും ചെറുതാണ് 1/4,
പ്ലസ് അപ്പോൾ അടുത്തതിന് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അടുത്തതിനെ ഗ്രൂപ്പ് ചെയ്യുന്നത് 1/8 വെച്ചിട്ടാണ്, ഗ്രേറ്റർ ദാൻ എന്നാണല്ലോ കേട്ടെ. അപ്പം ഈ ഒരു ഇൻഇക്വാലിറ്റി ശരിയാണ്. സോ ഇതിനെ നമ്മൾ ക്ലബ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1 പ്ലസ് ഇത് രണ്ടും കൂടെ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 1 പ്ലസ് 1/2 പ്ലസ് ഇനി ഇതെന്ത് കിട്ടും? 4/8 ആണ്, വിച്ച് ഇസ് 1/2 അഗെയിൻ. സോ 1 പ്ലസ് 3 ടൈംസ് 1/2 എന്ന് കിട്ടും. സോ ഇൻ ജനറൽ S2 റൈസ് ടു n എന്ത് കിട്ടും? 1 പ്ലസ് S2 ക്യൂബ് ആണ് നമുക്ക് എന്ത് കിട്ടിയത്? 1 പ്ലസ് 3 ഇൻറ്റു 1/2. S2 സ്ക്വയർ കിട്ടിയത് 1 പ്ലസ് 2 ഇൻറ്റു 1/2. സോ ഇൻ ജനറൽ S2 റൈസ് ടു n ഇസ് 1 പ്ലസ് n ഇൻറ്റു 1/2 എന്ന് കിട്ടും. ഓർ ഇറ്റ് ഇസ് ഈക്വൽ ടു അല്ല, ഗ്രേറ്റർ ദാൻ. ഇൻ ജനറൽ S2 റൈസ് ടു n ഇസ് ഗ്രേറ്റർ ദാൻ 1 പ്ലസ് n ഇൻറ്റു 1/2 എന്ന് കിട്ടും. Therefore, limit n tends to infinity S2n, ആ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. ഇനി ഈ എസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം S1 പ്ലസ് S2 പ്ലസ് S3 പ്ലസ് എക്സെട്ര അല്ലേ, അതിൻ്റെ അപ്പോൾ അത് വിൽ ബി ബിഗ്ഗർ ദാൻ S2 പ്ലസ് S4 പ്ലസ്, അതിൽ കുറച്ച് ടേംസ് മാത്രമേ നമ്മൾ പിക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത് തന്നെ ഈ ഒരു സമ്മ് തന്നെ ഇൻഫിനിറ്റിയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ദ ബിഗ്ഗർ സം വിൽ ഓൾസോ ഗോസ് ടു ഇൻഫിനിറ്റി. അപ്പം we can say that ഒരു കമ്പാരിസൺ ടെസ്റ്റ് പോലെ ഇപ്പോൾ സീക്വൻസ് ഓഫ് S2 റൈസ് ടു n അതിൻ്റെ സബ് സീക്വൻസ് തന്നെ ഇൻഫിനിറ്റിയിലോട്ടാണ് പോകുന്നത്. സോ സീക്വൻസ് എങ്ങോട്ടേക്ക് തന്നെ പോകും? അതായത് ചെറിയ ആൾ അതിൻ്റെ ഇടയിലുള്ള കുറച്ച് ടേംസിനെ പിക്ക് ചെയ്ത് ആഡ് ചെയ്താൽ തന്നെ അത് ഇൻഫിനിറ്റിയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഹോൾ ടേംസ് ആഡ് ചെയ്താൽ എന്തായിരിക്കും? അത് ഡൈവേർജൻ്റ് ആയിരിക്കും. സോ ദാറ്റ് ഈസ് കോൾഡ് ഹാർമോണിക് സീരീസിൻ്റെ കൺവെർജൻസ്. സോ കീപ് ദാറ്റ് ഇൻ മൈൻഡ്. സീക്വൻസ് 1/n കൺവെർജൻ്റ് ആണെങ്കിലും സിഗ്മ, അതായത് സീരീസ് 1/n ഡൈവേർജൻ്റ് ആണ്. ദാറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് തിങ് യു ഹാവ് ടു റിമെമ്പർ ആൻഡ് യു ഷുഡ് നോ ഹൗ ടു പ്രൂവ് ദാറ്റ് സിഗ്മ 1/n ഇസ് divergent. Okay, thank you.